ഹലോ ഗായ്സ്, ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ പെരുന്നാരാവിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ കണ്ടോ, എന്താ പരിപാടി എന്നറിയാം. പടകം വാങ്ങിയിട്ട് പൊട്ടിക്കുക കേട്ടോ. അപ്പോൾ വേറൊരാൾ ചെയ്യുന്ന പണി കണ്ടോ, മറ്റേ പടകമല്ല, മറ്റേ പൊട്ടാസ് ഉണ്ടല്ലോ, പടകം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഹാമർ ഇട്ടിട്ട് മേടിയിട്ട് പൊട്ടിക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട്, മക്കളൊക്കെ ഉണ്ട്. പുറത്തുനിന്നൊക്കെ പൊട്ടിക്കൽ കഴിഞ്ഞത് പിന്നെ അവിടെ അകത്തെത്തിയിട്ടുണ്ട് കേട്ടോ, പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. മക്കളൊക്കെ നല്ല ഹാപ്പിയിലാണ്. കുറച്ച് പടകമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇട്ടിട്ട് അവരങ്ങനെ പൊട്ടിച്ചങ്ങനെ ഓരോന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. തല കുത്തിയോ? അങ്ങനെ നാസിമോളിലാക്കുന്ന കൈ കുത്തിയോ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കയ്യാൻ കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ശരി കേട്ടോ. അപ്പോൾ മെയിൻ അവിടെ ഡാൻസ് ഒക്കെ കളിക്കും. ഒന്നര ആമറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പടകം പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുറത്തുനിന്നൊക്കെ പൊട്ടിച്ച് പിന്നെ അകത്ത് അതിനെ വാങ്ങിയിട്ടോ. ആളുകൾ നല്ല ഡാൻസ് കളി പാട്ടൊക്കെ പാടിയിട്ട് ഉള്ള കളിയാണ് കേട്ടോ. ഇപ്പം ബേക്കിൽ ഇതാക്കുന്ന ഏട്ടൻ്റെ മേളാണ്. എൻ്റെ കളിയും പാട്ടൊക്കെ വന്നിട്ടൊക്കെ അത് കുറവാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മാത്തൂർത്ത് അങ്ങാടിയിലൊക്കെ ഒന്ന് പോയി വരാൻ വിചാരിച്ചു. മാത്തൂർത്ത് അങ്ങാടി രാത്രി പെരുന്നാരാവിന് നല്ല രസമായിട്ടോ കാണാൻ. ഇപ്പോൾ കണ്ടോ, റോഡിൻ്റെ സൈഡിനൊക്കെ ഒരുപാട് കച്ചവടങ്ങൾ, നമ്മുടെ മുട്ടായിരിയിലുള്ളപ്പോൾ തന്നെ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മക്കൾ ഇവിടെ വന്നിട്ട് കുറച്ച് പിന്നെ നെയ്ഫര്, പിന്നെ തോക്കുണ്ടല്ലോ, എന്താ പറയുക, KPC അങ്ങനെ എന്താ പറയുന്നില്ല, അങ്ങനത്തെ തോക്കില്ലേ പൊട്ടിക്കുന്ന, നേരത്തെ കുത്തി പൊട്ടിച്ചില്ലേ, ആ പടകം പൊട്ടിക്കാനുള്ള ഒരു തോക്ക് വാങ്ങി. പിന്നെ പിന്നെ ഞാൻ ഫാൻസിയിലേക്കാണ്, പിന്നെ വർഷപ്പെട്ടൊന്ന് ഫാൻസിയിലേക്ക് പോയി അവിടെ നിന്ന് വാങ്ങാൻ വെച്ച്. പിന്നെ അതാ കണ്ടോ, നല്ല തിരക്കാണ്. ഇപ്പോൾ റോഡിൽ മൊത്തം ആൾക്കാരാണ്. 10 മണി വയ്ക്കുന്നുണ്ട്. അപ്പോൾ 2 മണിയാകുമ്പോൾ വന്നാലും മാറ്റം പെരുന്നാൾ നല്ല തിരക്കാണ്. നല്ല അടിപൊളി ഷർട്ടുകളും കുക്കുന്നുണ്ട്. 150, 200 വില, ആ ഒരു റേഞ്ചിൽ. കൈത്തറിയിൽ സൈഡിലൊക്കെ, റോഡ് സൈഡിലൊക്കെ വെച്ച് വിൽക്കുമല്ലോ, അതേപോലൊക്കെ തന്നെ. അപ്പോൾ ഞാൻ ഫാൻസി നടത്തിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന റോഡിന് സൈഡിൽ പിന്നെ പല തരത്തിലുള്ള കച്ചവടങ്ങളും അതേപോലെ സ്നാക്സുകളൊക്കെ ആയിട്ടും അതൊക്കെ തന്നെ. ഇത് പടക്കത്തിൻ്റെ അല്ല, ഇത് പടക്കത്തിനല്ല, ഇത് ഫാൻസിയാണ് കേട്ടോ. അവിടെ പിന്നെ അവിടെ കയറുന്നിടത്തേക്ക് മീനുണ്ട്, അവർ ഉച്ച വിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഫാൻസി, ഞാൻ വന്ന ഫാൻസി ഇതാണേ. പിന്നെ അത് അവിടെ നിന്ന് ബിഗ് മൈലാഞ്ചി വാങ്ങി. നമ്മളെപ്പോലുള്ളവർക്കൊക്കെ അതേ പറ്റുള്ളൂ, പെട്ടെന്ന് ചോക്കല്ല. മക്കളിങ്ങനെ അതൊന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ നേരെ റോഡ് മുന്നിലേക്ക് തന്നെ ഇറങ്ങി കേട്ടോ. സൈഡിലാണ്ട്, റോഡിൻ്റെ സൈഡിലാണ്ട് ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ വെച്ച് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇഫ്താർ പാർട്ടികളും അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഐസത്തിയും പിന്നെ ലൈവായിട്ടുള്ള കടികളും ഗ്രീൻ പീസ് പിന്നെ ഓരോന്ന് ഓരോരുത്തരിങ്ങനെ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നാസിമോനെ കൊണ്ടുവരണമെന്ന് വിചാരിച്ചിരുന്നു മുടി വെട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നിപ്പം മുടി വെട്ടാൻ വന്നാൽ എന്തായാലും നടക്കൂലെന്ന് തോന്നി. കാരണം അത്രയ്ക്ക് തിരക്കാണെന്നുണ്ടാവും. അപ്പോൾ പിന്നെ വേണ്ട വെച്ച് പിന്നെ ഒരു ദിവസം വെട്ടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇവർ രണ്ടാളും കൂടി ഒത്തിട്ട് എന്തോ വാങ്ങാണ്ടെന്ന് അറിയാം കേട്ടോ. പടകത്തിൻ്റെ കട കണ്ടതാണ്. പടകത്തിൻ്റെ കട കണ്ടിട്ട് അവിടെ നിന്ന് ഓരോന്ന് വാങ്ങാറൊക്കെ. മുല്ലപ്പൂ കണ്ടോ, റോഡ് സൈഡ് നല്ല സ്മെല്ല്. ഈ കട മൊത്തം സ്മെല്ല് പടരുന്നുണ്ടൊക്കെ. ചേർക്കുന്നവരൊക്കെ നല്ല തിരക്കിലാണ്. അപ്പോൾ ഈ ഒരു ചെരുപ്പുണ്ടോ, ചെരുപ്പിന് 150 രൂപയാണ് കേട്ടോ. ഏതെടുത്താണെങ്കിലും അടിപൊളി ചെരുപ്പാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ വിചാരിച്ച സൈസൊന്നും കിട്ടില്ല, പിന്നെ ഒന്നൊന്ന് പീസ് തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷേ നല്ല ചെരുപ്പുകളാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഞാനിവിടുന്ന് ഇതേപോലൊരു ചെരുപ്പ് വാങ്ങിയിട്ട് ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. നല്ല ചെരുപ്പായിരുന്നു കേട്ടോ. നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാനായിട്ട്.
ലേഡീസ് ചെരുപ്പുകളാണ് കേട്ടോ ഉള്ളത്. കണ്ടോ, ഈ ഒരു ചെരുപ്പൊക്കെ നല്ല ഭംഗിയാണ്. പിന്നെ എൻ്റെ സൈസിനനുസരിച്ചുള്ള ചെരുപ്പൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടോന്നുമില്ല കേട്ടോ. ഐസരുതിയുടെ കടയാണ് കേട്ടോ, നല്ല തിരക്കാണ്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ഇവിടേക്ക് വന്നതാണ്. മക്കളൊക്കെ അവിടെ നിർത്തിയിട്ട് അപ്പോൾ അത് എല്ലാവർക്കും ഉള്ള ഐസരുതി വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. അപ്പം മക്കൾ അവിടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇവിടെ ആൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അയാൾ എടുക്കാൻ വേണ്ടി നിൽക്കണം. അയാൾ നോക്കുമ്പോൾ റെഡി ആവുന്നുണ്ടല്ലോ. വീട്ടിലെത്തിയിട്ട് മീനുവിനെ കൊണ്ടുപോയിട്ടില്ലായിരുന്നല്ലോ. അതിന് ഭയങ്കര കച്ചറായിരുന്നു. അങ്ങനെ ഐസരുതി അവന് വാങ്ങിയിട്ട് തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളെ പെരുന്നാൾ രാവിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.